ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചിക്കന്, ബീഫ്, വെജ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ വെജ് എഗ്ഗും കൂടെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 വലിയ സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അത് കോരി മാറ്റിയിട്ട് അതേ ഓയിൽക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നെയ്യിൽ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് അതേപോലെ തന്നെ 3 തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് നന്നായിട്ട് എടുക്കുക. ഇനി തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ ബീൻസും കൂടെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സോയാ ചങ്ക്സ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം വാരിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വെജിറ്റബിൾസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല. കൂടുതൽ വെജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിപ്പുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നല്ല പോലെ ഇതൊന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പൈസി ആക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഒന്ന് പകുതി വേവാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ചോറിൻ്റെ മുകളിലിടാനായിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗം ഇതിലേക്ക് ചേർത്തിട്ട് അതുപോലെ മല്ലിയില, പുതിനയിലും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലി പുതിനയൊക്കെ ഞാൻ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാലയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കുന്ന അത്രയും മസാല, പുതിന, മല്ലി ഇതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര മുട്ടയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ മുട്ടയിലേക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ പിടിക്കുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ബിരിയാണി അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് നീളമുള്ള റൈസിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ഇല്ല, ഒരു 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്ച്ചോറാക്കിയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മുകളിലായിട്ട് സവാള പൊരിച്ചതും അതുപോലെ തന്നെ മല്ലിയില, പുതിന, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ചേർത്തിട്ട് സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിലുള്ള നെയ്യും കൂടെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ ഗ്യാസ്മലാണ് ഇതൊന്ന് വെച്ച് ദം ചെയ്യുന്നത്. കനലിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി വിളമ്പിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.